ചില പെൺമക്കൾ പറയലുണ്ട്, അഥവാ വിളിച്ചാ ഞാൻ പോകും, അല്ലെങ്കിൽ ഓൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൻ വിളിച്ചാ ഞാൻ പോകും. അതിന്റെ വാശിയ 9ാം ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് വരെ ചില മോശം ഇടപാടുകൾ. ജീവിതത്തിൽ ഓരോ മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വാപ്പയും ഉമ്മയും നിങ്ങൾക്കായി തന്ന ആരോഗ്യവും നിങ്ങൾക്കായി തന്ന ഭക്ഷണവും കഴിച്ചിട്ട് ആ അമ്മാനെയും വാപ്പാനെയും വഞ്ചിക്കുമ്പോ പിന്നെ എന്ത് സമാധാന മക്കളെ നിങ്ങൾക്ക് ദുനിയാവിൽ അള്ള തരിക? പിന്നെന്ത് സമാധാന പടച്ചോ നമുക്ക് തരിക? ഓൻ വിളിച്ചാ ഞാൻ പോകും. അപ്പൊ വാപ്പ ചോദിച്ചു, നാ മോളെ ഓൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഇവിടുന്ന് ചാടിച്ചു കൊണ്ടുപോവാന്ന് ഓൻ പറഞ്ഞിട്ടുണ്ടോ? ആണ്ട് ഓൻ വിളിച്ചാ ഞാൻ പോകും. വാപ്പ പറഞ്ഞു, മോളെ 19-20 കൊല്ലം എന്നെ പ്രാണം പോലെ സ്നേഹിച്ച ഞങ്ങളെ സ്നേഹത്തിന് വില കൊടുക്കാതെ നിന്നെ വിളിക്കാൻ ഓൻ തയ്യാറായിട്ടുണ്ട്. ഓന് സ്നേഹത്തിന്റെ വില അറിയൂല. സ്നേഹത്തിന്റെ വില ഓൻ അറിയായിരുന്നെങ്കിൽ ഓൻ നിങ്ങളെ പിന്നാലെ നടക്കൂല. ഓൻ നിങ്ങളെ കമന്റ് അടിക്കാൻ കാത്തുക്കൂല. ഓൻ നിങ്ങളെ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കൂല. കാരണം ഓരോ പെൺമക്കളും ഓരോ വാപ്പാന്റെയും ഉമ്മാന്റെയും കരളിന്റെ കഷണ. അതുകൊണ്ടാ മകള് ഫാത്തിമ ബീബീനെ തിരുദൂതൻ വിളിച്ച കിതാഅത്തു കബദ്, കരളിന്റെ കഷ്ണമേന്ന്. നിങ്ങളെ വാപ്പാരിങ്ങൾ അങ്ങനെ വിളിക്കാത്തത് കുറവുകൊണ്ടാ. പക്ഷെ ഓരോ വാപ്പാന്റെയും ഉമ്മാന്റെയും കരളിന്റെ കഷണങ്ങളായി കുത്തിരിക്കുന്ന ഓരോ പെൺമക്കളും ആ കരളിന്റെ കഷണമായി സ്നേഹിക്കുന്ന വാപ്പാന്റെയും ഉമ്മാന്റെയും സ്നേഹം തിരിച്ചറിയാതെ വിളിച്ചാൽ ഞാൻ പോകുന്നു പറയാനും വിളിക്കാനും നിങ്ങൾക്ക് ഒരുത്തനുണ്ടെങ്കിൽ, വേറൊരുത്തന്റെ നോട്ടത്തിന് വേണ്ടി പാതയോര വക്കുകളിലോ എവിടെയെങ്കിലും നിങ്ങൾ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഓനും സ്നേഹത്തിന്റെ വില അറിയൂല. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൻ നിങ്ങളെടുത്ത് വരൂല. ഓന്റെ അമ്മന്റെയും വാപ്പന്റെയും സ്നേഹം മനസ്സിലാക്കി അവന്റെ ജീവിതത്തിൽ അവൻ കാരണം ഒരു പെണ്ണിനോ കണ്ണീരിലേക്കാക്കൂല. അവൻ കാരണം ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണൊന്നും ഇറക്കൂല. അതാ അഭിമാനമുള്ള ആൺകുട്ടികള്. ഞാൻ കാരണം ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും കണ്ണു നിറയൂല. അത് എന്റെ അമ്മന്റെയും വാപ്പന്റെയും മാത്രല്ല, ഏതൊരു പെണ്ണിന്റെതാവട്ടെ മറ്റൊരു ഉമ്മന്റെയും വാപ്പന്റെയും കണ്ണ് ഞാൻ കാരണം നിറയൂല എന്നുറപ്പിക്കുന്നവനാ നല്ല മക്കള്. അതാ നല്ല ആൺകുട്ടികള്. ചില പെൺമക്കൾ പറയലുണ്ട്, അഥവാ വിളിച്ചാ ഞാൻ പോകും, അല്ലെങ്കിൽ ഓൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൻ വിളിച്ചാ ഞാൻ പോകും. അതിന്റെ വാശിയ 9ാം ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് വരെ ചില മോശം ഇടപാടുകൾ. ജീവിതത്തിൽ ഓരോ മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വാപ്പയും ഉമ്മയും നിങ്ങൾക്കായി തന്ന ആരോഗ്യവും നിങ്ങൾക്കായി തന്ന ഭക്ഷണവും കഴിച്ചിട്ട് ആ അമ്മാനെയും വാപ്പാനെയും വഞ്ചിക്കുമ്പോ പിന്നെ എന്ത് സമാധാന മക്കളെ നിങ്ങൾക്ക് ദുനിയാവിൽ അള്ള തരിക? പിന്നെന്ത് സമാധാന പടച്ചോ നമുക്ക് തരിക? ഓൻ വിളിച്ചാ ഞാൻ പോകും. അപ്പൊ വാപ്പ ചോദിച്ചു, നാ മോളെ ഓൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഇവിടുന്ന് ചാടിച്ചു കൊണ്ടുപോവാന്ന് ഓൻ പറഞ്ഞിട്ടുണ്ടോ? ആണ്ട് ഓൻ വിളിച്ചാ ഞാൻ പോകും. വാപ്പ പറഞ്ഞു, മോളെ 19-20 കൊല്ലം എന്നെ പ്രാണം പോലെ സ്നേഹിച്ച ഞങ്ങളെ സ്നേഹത്തിന് വില കൊടുക്കാതെ നിന്നെ വിളിക്കാൻ ഓൻ തയ്യാറായിട്ടുണ്ട്. ഓന് സ്നേഹത്തിന്റെ വില അറിയൂല. സ്നേഹത്തിന്റെ വില ഓൻ അറിയായിരുന്നെങ്കിൽ ഓൻ നിങ്ങളെ പിന്നാലെ നടക്കൂല. ഓൻ നിങ്ങളെ കമന്റ് അടിക്കാൻ കാത്തുക്കൂല. ഓൻ നിങ്ങളെ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കൂല. കാരണം ഓരോ പെൺമക്കളും ഓരോ വാപ്പാന്റെയും ഉമ്മാന്റെയും കരളിന്റെ കഷണ. അതുകൊണ്ടാ മകള് ഫാത്തിമ ബീബീനെ തിരുദൂതൻ വിളിച്ച കിതാഅത്തു കബദ്, കരളിന്റെ കഷ്ണമേന്ന്. നിങ്ങളെ വാപ്പാരിങ്ങൾ അങ്ങനെ വിളിക്കാത്തത് കുറവുകൊണ്ടാ. പക്ഷെ ഓരോ വാപ്പാന്റെയും ഉമ്മാന്റെയും കരളിന്റെ കഷണങ്ങളായി കുത്തിരിക്കുന്ന ഓരോ പെൺമക്കളും ആ കരളിന്റെ കഷണമായി സ്നേഹിക്കുന്ന വാപ്പാന്റെയും ഉമ്മാന്റെയും സ്നേഹം തിരിച്ചറിയാതെ വിളിച്ചാ ഞാൻ പോകുന്നു പറയാനും വിളിക്കാനും നിങ്ങൾക്ക് ഒരുത്തനുണ്ടെങ്കിൽ, വേറൊരുത്തന്റെ നോട്ടത്തിന് വേണ്ടി പാതയോര വക്കുകളിലോ എവിടെയെങ്കിലും നിങ്ങൾ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഓനും സ്നേഹത്തിന്റെ വില അറിയൂല. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൻ നിങ്ങളെടുത്ത് വരൂല. ഓന്റെ അമ്മന്റെയും വാപ്പന്റെയും സ്നേഹം മനസ്സിലാക്കി അവന്റെ ജീവിതത്തിൽ അവൻ കാരണം ഒരു പെണ്ണിനോ കണ്ണീരിലേക്കാക്കൂല. അവൻ കാരണം ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണൊന്നും ഇറക്കൂല. അതാ അഭിമാനമുള്ള ആൺകുട്ടികള്. ഞാൻ കാരണം ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും കണ്ണു നിറയൂല. അത് എന്റെ അമ്മന്റെയും വാപ്പന്റെയും മാത്രല്ല, ഏതൊരു പെണ്ണിന്റെതാവട്ടെ മറ്റൊരു ഉമ്മന്റെയും വാപ്പന്റെയും കണ്ണ് ഞാൻ കാരണം നിറയൂല എന്നുറപ്പിക്കുന്നവനാ നല്ല മക്കള്. അതാ നല്ല ആൺകുട്ടികള്.